dear children, welcome to Easy Math. പിന്നെ ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ് ആണ്. അപ്പൊ ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ് പഠിക്കാനായിട്ട് ടീച്ചർ കഴിഞ്ഞ വീഡിയോയിൽ റെസിപ്രോക്കൽ പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ റെസിപ്രോക്കൽ നമുക്കിവിടെ വേണം. അപ്പൊ ഫസ്റ്റ് ഹോൾ നമ്പർ ബൈ എ ഫ്രാക്ഷൻ. ഓക്കെ, ഹോൾ നമ്പർ ബൈ എ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് എക്സാമ്പിൾ ആയിട്ട് ടീച്ചർ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത് 2 ഡിവൈഡഡ് ബൈ 1/2. ഓക്കെ, ഒരു എക്സാമ്പിൾ കൊടുക്കാൻ 2 ഡിവൈഡഡ് ബൈ 1/2. അപ്പൊ അത് ചെയ്യാനായിട്ട് see 8 divided by 4. What is the answer? You know the answer is how many 4s are in 8? 8ൽ എത്ര 4 വീതം? നമ്മളിപ്പം 8 ചോക്ലേറ്റ് ആണെങ്കിൽ 4 വീതം എത്ര പ്രാവശ്യം എടുക്കാൻ പറ്റും? 2 പ്രാവശ്യം എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ 4 വീതം കൊടുക്കണമെങ്കിൽ 2 ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതല്ല വേറൊരു മീനിങ് കൂടെ ഉണ്ട്. 4 വീതം കൊടുക്കണേ 2 ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മള് 4 ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ 4 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും 2 വീതം കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു മീനിങ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് see here if we write it like this way, this is the dividend and this is the divisor. Dividend, this is divisor, and that is the quotient. Okay, അപ്പൊ ഇവിടെയും this is the dividend, and this is the divisor. Okay, dividend and divisor okay ഉണ്ട്. But how many 4s are in 8 പോലെ how many halves are in 2? അപ്പം എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ 2 ആപ്പിൾ, ടീച്ചർ എപ്പോഴും ആപ്പിൾ എടുക്കുന്നത് അല്ലേ? 2 ആപ്പിൾ എടുത്തിട്ട് 2 ആപ്പിൾ ഉണ്ട്. 2 ആപ്പിൾ എടുത്താൽ ഇതിനകത്ത് ഹാഫ് എത്ര ഹാഫുകൾ കാണും? അത് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് ഇതൊരു ഹാഫ്, ഇതൊരു ഹാഫ്, ഇതും കട്ട് ചെയ്യുന്ന എക്സാക്ട് ഈക്വൽ ആയിരിക്കണം കേട്ടോ. അപ്പൊ എത്ര ഹാഫ് ഉണ്ട്? 1 2 3 4. സോ ദ ആൻസർ ഈസ് 4. ആൻസർ 4 ആണ്. അപ്പൊ നമ്മുടെ ആപ്പിൾ എക്സാക്ട് ഈക്വൽ അല്ലെങ്കിൽ അതായത് നോക്കിയേ, ഇത് ജസ്റ്റ് ലൈക്ക് എ പൊറോട്ട. See, let us say this is a pancake. Okay, so anyway, രണ്ടും this full പൊറോട്ട തന്നെ ഇരിക്കട്ടെ അല്ലേ? പൊറോട്ട എടുത്തേക്കാണ്. പൊറോട്ട എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല അല്ലേ? പാൻകേക്ക്. അപ്പൊ ഈ പാൻകേക്ക് 2 എണ്ണം ഉണ്ട്. ഞാൻ ഇപ്പൊ ആപ്പിൾ എടുത്ത് എക്സാക്ട് ഈക്വൽ അല്ലാത്തൊന്നും ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഇതില് എത്ര ഹാഫ് എത്ര എണ്ണം കാണും? 1 ഹാഫ്, 2 ഹാഫ്, 3 4. ഇത് ഞാൻ കട്ട് ചെയ്യുന്നു കേട്ടോ. ഇത് വീണ്ടും എനിക്ക് സർക്കിൾ ആക്കാൻ വേണം. അതുകൊണ്ട് അപ്പൊ ഇതിനകത്ത് ഒരു ഹാഫ് ഉണ്ട്, ഇതൊരു ഹാഫ്. 1 2 then 3 4 ഹാഫ്സ് ഉണ്ട്. അപ്പൊ 2 ഫുള്ളില് 4 ഹാഫ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ 4 ആണ്. നിങ്ങൾ ഇതങ്ങ് ഓർമ്മിച്ചാൽ മതി, നമുക്ക് എക്സാക്ട് ഈക്വൽ ആണെന്നങ്ങ് വിചാരിച്ചോളണം. ഓക്കെ, അപ്പൊ 2 ആപ്പിൾ ഉണ്ടെങ്കിൽ അതിൽ ഹാഫ് എത്ര എണ്ണം കാണും? 4 ഈസ് ദ ആൻസർ. ഓക്കെ, ഞാനിവിടെ 3 കൊടുക്കണം കേട്ടോ. 3 കൊടുത്തിട്ട് 3 ഡിവൈഡ് ബൈ ഹാഫ് 1/2 ആണെങ്കിൽ അപ്പൊ ഹോൾ നമ്പർ അടക്കുന്നത് ഹോൾ നമ്പർ ബൈ എ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് 3 ആപ്പിൾ എടുക്കാം. ആപ്പിളിന് പിന്നെ എടുക്കണല്ലേ? ഓക്കെ, എടുക്കുകയാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് ഹാഫ്. അപ്പൊ ആൻസർ എത്ര ആയിരിക്കണം? ഹൗ മെനി ഹാഫ്സ് വിൽ ബി ദർ ഇൻ 3? സോ 1 2 3 4 5 6 വിൽ ബി ദ ആൻസർ. സോ 3 ഡിവൈഡ് ബൈ 1/2 ഇസ് ഈക്വൽ ടു 6. അപ്പൊ നമുക്ക് എപ്പോഴും ഇങ്ങനെ പടമൊന്നും വരയ്ക്കാൻ ഒക്കത്തില്ല. നമുക്ക് അതിന്റെ ഈസി വേ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ നോക്കാം എങ്ങനെയാ ഈ 4 കിട്ടുന്നതെന്ന് വെച്ചാല് ഈ 3 ഡിവിഡന്റിന് ഒരു ചേഞ്ചും വരത്തുള്ളൂ. 3 അതേപോലെ എഴുതിയിട്ട് ഞാൻ എന്താ ചെയ്യുന്ന അറിയാമോ? ഈ 1/2 റെസിപ്രോക്കൽ നമ്മൾ പഠിച്ച് അപ്സൈഡ് ഡൗൺ ആക്കിയാൽ മതി അല്ലേ? തലതിരിച്ചിട്ടാണ്. അപ്പൊ 2/1 കൊടുത്തിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഇതിവിടെ ഡിവിഷൻ ആയിരുന്നു, ഇവിടെ അത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് തിരിച്ചിരുമ്പോ 2/1. ഇനി നമുക്കറിയാം ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയി കഴിഞ്ഞാൽ വിനോ ഫ്രാക്ഷന്റെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ദാറ്റ് ഈസ് 3 into 2. വേണമെങ്കിൽ ഇവിടെ 1 കൊടുക്കാം. 3 into 2 is 6. By 1 into 1 is 1 is equal to 6 is the answer. കിട്ടത്തില്ല. അപ്പൊ ഡിവിഷൻ ഓഫ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് വരുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷനിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ എങ്ങനെ കിട്ടുന്നത് നോക്കൂ. 3 ഡിവൈഡ് ബൈ 1/2. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് 3
ഓ 3 ഡിവൈഡ് ബൈ 1/2 ഇത് ആദ്യം ചെയ്ത ടീച്ചർ അല്ലേ? ഓക്കെ. അപ്പൊ 3 ഡിവൈഡ് ബൈ 1/2. ആദ്യം നമ്മൾ 1/2 ഡിവൈഡ് ബൈ ചെയ്തായിരുന്നു. ഇവിടുത്തെ ആൻസർ 6 ആണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് 6 കിട്ടിയത്. പിന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? 2 ഡിവൈഡഡ് ബൈ 1/2. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 ഡിവൈഡഡ് ബൈ 1/2. അപ്പൊ ഹൗ മെനി ഹാഫ്സ് വിൽ ബി ദെയർ ഇൻ 2? അപ്പൊ രണ്ട് ഫുൾ സാധനത്തിൽ ഹാഫ് എത്ര എണ്ണം കാണും? ഓക്കെ, ഇസ് ഈക്വൽ ടു അതിന് പകരം നമ്മളിപ്പോ എങ്ങനെയാ ചെയ്യുന്നത്? ഈ മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് ഡിവിഷൻ ആക്കണം. ഈ ഡിവൈസ് ഒരു ചേഞ്ചും വരുത്തരുത്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇത് മൾട്ടിപ്ലിക്കേഷൻ ആക്കിയാല് ഇവനെ അങ്ങോട്ട് തിരിച്ചിടണം. 2/1. ഇത് നമുക്ക് ആൻസർ അറിയാം. 2 × 2 is 4/1 is equal to 4 കിട്ടും. നമ്മൾ ആദ്യം ടു ആപ്പിൾ എടുത്താല് ഹാഫ് ആണെങ്കിൽ 1 2 3 4 തന്നെ കിട്ടും. ഓക്കെ. അപ്പം എന്തുവാണ്? ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ് ആണെങ്കിൽ നമ്മൾ ഈ ഡിവൈസറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. സോ ചിൽഡ്രൻ, നെക്സ്റ്റ് ഈസ് ഡിവിഷൻ ഓഫ് ഹോൾ നമ്പർ ബൈ എ ഹോൾ നമ്പർ. രണ്ട് ഹോൾ നമ്പർ ആണ് കേട്ടോ. രണ്ട് ഹോൾ നമ്പറിന്റെ എക്സാമ്പിള് സി 1 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, സി 1 ഡിവൈഡഡ് ബൈ 4. ഇത് ചില ആളുകളുണ്ടല്ലോ ഇവിടെ ഈ എളുപ്പത്തിൽ 4 ഡിവൈഡ് ബൈ 1 എന്നങ്ങ് ചെയ്യും. ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 1. ആൻസർ എന്താ തന്നെ കിട്ടിയേക്കും? ആൻസർ ഈസ് 4. നമുക്കറിയാം 4 ഡിവൈഡ് ബൈ 1 4 തന്നെയാണ്. പക്ഷേ ഇവിടെ 1 ഡിവൈഡഡ് ബൈ 4 ആണ്. ഇതാണ് ഡിവിഡൻഡ്. ഓക്കെ. നമുക്കൊന്ന് നോക്കാം. ആ ഒരു വ്യത്യാസം മനസ്സിൽ ഓർത്തേക്കണം കേട്ടോ. 4 ഡിവൈഡഡ് ബൈ 1 അല്ല, ഇവിടെ 1 ഡിവൈഡഡ് ബൈ 4 ആണ്. എന്തായാലും രണ്ട് ഹോൾ നമ്പേഴ്സ് ആണ്. ആദ്യത്തെ നമ്പർ ചെറുതാണല്ലേ. 1 ഡിവൈഡ് ബൈ 4ന്റെ ആൻസർ എന്താ കിട്ടും നോക്കാം. നേരത്തെ ടീച്ചർ പറഞ്ഞില്ല, ഇപ്പൊ 4 ഡിവൈഡ് ബൈ 3 ആണെങ്കിൽ ഹൗ മെനി 3s ആർ ഇൻ 12? നമ്മൾ 3ന്റെ ടേബിൾ പറഞ്ഞു നോക്കിയാൽ അതല്ലേ. ഹൗ മെനി 3s ആർ ഇൻ 12? ലൈക്ക്വൈസ് സി ഹൗ മെനി 4s ആർ ഇൻ 1? അപ്പൊ ഇവിടെ നമ്മൾ മറ്റേ മീനിങ് എടുക്കണം കേട്ടോ. മറ്റേ മീനിങ് എന്ന് പറഞ്ഞാല് ഇവിടെ പറഞ്ഞില്ലേ 12 ആപ്പിൾസ് തന്നെ എടുക്കാം. 12 ആപ്പിൾസ് 3 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിട്ടും? 12 ആപ്പിൾസ് 3 പേർക്ക് നമ്മൾ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ഓരോരുത്തർക്ക് 4 വീതം കിട്ടും. അപ്പൊ അതേപോലെ ഇത് ഇപ്പൊ ഒരാപ്പിളാണ് ഇരിക്കട്ടെ. ഒരാപ്പിള് 4 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈക്വലായിട്ടാണ് കൊടുക്കുന്നത്. നമുക്കറിയാം അതിന്റെ ആൻസർ എത്രയാണെന്ന്. എക്സാക്ട് ഈക്വല് കിട്ടത്തില്ല ആപ്പിളൊക്കെ കട്ട് ചെയ്യുമ്പോ. ഓക്കെ. അപ്പൊ ഓരോരുത്തർക്കും എത്ര കിട്ടും? അല്ലെങ്കിൽ ടീച്ചർ പറയാം. സി ഓക്കെ, തിരിച്ചു വെച്ചേ. സി ഫുൾ സർക്കിൾ ഇത് പാൻ കേക്ക് ആണ്. വൈറ്റ് പാൻ കേക്ക്. ഓക്കെ, ഷുഗർ ആയിട്ടേക്കുന്ന കേട്ടാ. മറ്റൊന്നത്തെ കളർ ചേർത്തായിരുന്നേ. അപ്പൊ വൈറ്റ് പാൻ കേക്ക് ഒരു ഫുൾ സർക്കിളില്ലേ, സർക്കിൾ ഷേപ്പ് ഉണ്ട്, ഒരു ഫുള്ള്. അപ്പം ഈ ഒരു പാൻ കേക്ക് ഫുൾ 4 പേർക്കായിട്ട് ഈക്വൽ ആയിട്ട് കൊടുക്കുകയാണ്. സി അപ്പൊ എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? 1/4 1/4 1/4. തിരിച്ചുവിടാനേ 1/4 എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? 1 2 3 4 പേർക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പം 4 പേർക്ക് നമ്മള് 4 പേർക്ക് നമ്മൾ ഒരു പാൻ കേക്ക് കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിട്ടും? ഓരോരുത്തർക്കും കിട്ടുന്നത് ക്വാർട്ടറാണ്. 1/4 ആണ് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങളൊരു കാര്യം, നിങ്ങൾ അത്രയും പിന്നീട് ചിന്തിച്ച് കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട. എന്ത് ചെയ്താൽ മതി? 1 ഡിവൈഡഡ് ബൈ 4 ആണ്. 1 ഡിവൈഡ് ബൈ 4 നമുക്ക് 1/4 ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റും അല്ലേ? 1/4. ഓക്കെ, 1 ഡിവൈഡഡ് ബൈ 4. ഇനി നമുക്ക് ഈ ആൻസർ എങ്ങനെയാ കിട്ടുന്നതെന്ന് വെച്ചാല് നമ്മൾ 1/4 എന്നങ്ങ് എഴുതിയില്ലേ. നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആക്കിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ 1 എഴുതിയിട്ട് ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഡിവിഡൻഡ് ഡിവൈസർ. ഈ ഡിവൈസറിന്റെ റെസിപ്രോക്കൽ ഇടണം. ഇപ്പൊ ഡിവൈസറിന്റെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ ഇതിന്റെ ഡിനോമിനേറ്റർ 1 ആണ്. റെസിപ്രോക്കൽ 1/4 വേണം. അപ്പൊ ആൻസർ 1 × 1 1/4 തന്നെ കിട്ടത്തില്ലേ? 1/4. അപ്പം പിന്നെ ഒരു പാൻ കേക്ക് 4 പേർക്ക് ഈക്വൽ ആയിട്ട് കൊടുത്താൽ ഓരോരുത്തർക്കും 1/4 കിട്ടും. ആ ഒരു മീനിങ് മനസ്സിലാക്കാൻ പാടാണെങ്കിൽ നിങ്ങൾ
This is division of division of whole number, division of fractions or division of fractions ആകുമ്പോൾ നമ്മളിങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഫ്രാക്ഷൻ ഫോം ആവുമല്ലോ. ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ രണ്ടാമത്തെ നമ്മുടെ ഡിവൈസറിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആ ഒരു റൂള് മാത്രം ഓർമ്മിച്ചാൽ മതി. ഓക്കെ, എവിടെയാണെങ്കിൽ ഡിവിഷൻ ഓഫ് ഹോൾ നമ്പർ ഇത് തന്നെ നോക്കി, 1 divided by half. ഓക്കെ ചിൽഡ്രൻ, 1 divided by half നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പൊ നമുക്ക് ഒരു ഫുൾ പാൻ കേക്ക് കൊണ്ട് ഫുൾ പാൻ കേക്ക് ഞാൻ ഹാഫ് വീതം കൊടുക്കുകയാണ്. ഹാഫ് വീതം കൊടുത്താൽ എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? 2 പേർക്ക് കൊടുക്കാൻ പറ്റും. സോ 2 ഈസ് ദ ആൻസർ. അപ്പൊ അത്രയും നിങ്ങൾ ചിന്തിക്കേണ്ട. എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇവന്റെ റെസിപ്രോക്കൽ 1 ഈ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആക്കിയിട്ട് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് 2 by 1. ദാറ്റ് ഈസ് 1 into 2, 2 by 1, 2 by 1 is equal to 2 തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി ഒരു പാൻ കേക്ക് എടുത്ത് ഹാഫ് കൊടുക്കുകയാണെങ്കിൽ 2 പേർക്ക് കൊടുക്കാൻ പറ്റും. അത്രയും ചിന്തിക്കണം. നിങ്ങൾ ഈ ഒരു റൂൾ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ് എല്ലാം ഈ റൂൾ തന്നെയാണ്, മൾട്ടിപ്ലിക്കേഷൻ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഡിവിഷൻ വന്നാൽ മൾട്ടിപ്ലിക്കേഷൻ. പക്ഷെ ഈ ഡിവിഡന്റിന് ഒരു ചേഞ്ചും വരുത്തരുത്. രണ്ടാമത് ഡിവൈസിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് മാത്രം ഓർത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻ ബൈ എ ഹോൾ നമ്പർ. ഞാൻ നിങ്ങൾക്ക് പാൻ കേക്ക് ഒക്കെ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല കേട്ടാ. ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻ ബൈ എ ഹോൾ നമ്പർ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഒരു ഫ്രാക്ഷൻ കൊടുക്കുകയാണ്. 1/2 കൊടുക്കുന്ന ഡിവൈഡ് ബൈ എ ഹോൾ നമ്പർ. ഓക്കെ, 2 കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനൊരു ചേഞ്ചും വരുത്തരുത്. ഇതിന്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 1/2. റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേക്ക് മൾട്ടിപ്ലിക്കേഷൻ ആക്കണം. റെസിപ്രോക്കൽ ആകുമ്പോഴത്തേക്ക് 2 means 2 by 1, that is 1/2. So the answer is 1/4. 1 into 1 is 1, 4. Okay, അപ്പൊ അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. 3/7 divided by 5 ആണെങ്കിലോ 3/7 into 5 means 5/1 എന്ന് മൈൻഡിൽ വേണം കേട്ടോ. അപ്പൊ 1/5. പിന്നെ നമുക്കറിയാം പ്രോഡക്റ്റ് ഓഫ് ന്യൂമറേറ്റേഴ്സ് 3/75 is 35. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോഴേ തന്നെ നമ്മൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആക്കിയിട്ടാണ് ചെയ്യുന്നതെന്ന് ഓർമ്മിച്ചോളൂ. ഓക്കെ, നമുക്ക് സബ്ട്രാക്ഷൻ തന്നെ അഡീഷൻ മെത്തേഡിലും ചെയ്യണം. അതേപോലെ ഓർമ്മിച്ചാൽ മതി. ഡിവിഷൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ 3 ടൈപ്പാണ് പഠിച്ചത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ആദ്യം നമ്മൾ ഏതാ പഠിച്ചത്? ഫസ്റ്റ് നമ്മൾ ഡിവിഷൻ ഓഫ് എ ഫ്രാക്ഷൻ ബൈ എ ഹോൾ നമ്പർ. ഓക്കെ, ഹാഫ് ഡിവൈഡ് ബൈ 4 then this 1 divided by 2 whole number by a whole number. Okay, next is അത് നമ്മൾ ലാസ്റ്റിൽ പഠിച്ചല്ലേ. ആദ്യം പഠിച്ചത് നമ്മൾ 4 divided by half. ഓക്കെ, അപ്പം അടുത്ത ലാസ്റ്റിൽ നമ്മൾ പഠിച്ചത് ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻ ബൈ എ ഹോൾ നമ്പർ. ദാറ്റ് ഈസ് 3/7 divided by a whole number. 5 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇത് ഏത് ടൈപ്പ് ആയാലും ഒറ്റ റൂൾ ഓർമ്മിച്ചാൽ മതി കേട്ടോ. ഇവിടെ ആണെങ്കിൽ ആദ്യം ഹോൾ നമ്പർ വന്നേക്കുന്നത്, ഫ്രാക്ഷൻ വന്നേക്കുന്നത്, ഇവിടെ സ്മോൾ നമ്പറും ഇവിടെ ബിഗ് നമ്പറുമാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങളത് 2/1 is equal to 2 എന്നങ്ങ് എഴുതി വെച്ച് കളയരുത്. ദാറ്റ് ഈസ് 1 divided by 2 ആണ്. അതിന്റെയൊക്കെ ആൻസർ നമുക്ക് വേണമെങ്കിൽ 1/2 ഹാഫ് നിന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഏതായാലും ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോഴേ തന്നെ അത് 3 ഇങ്ങനെ സെപ്പറേറ്റ് പഠിക്കണമെന്നില്ല കേട്ടോ. സെപ്പറേറ്റ് പഠിക്കേണ്ട, 3നും കൂടെ ഒറ്റ റൂള് തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ ആക്കിയിട്ട് ചെയ്യുന്നത്. Okay, now work out some questions. Divide 6 by 8. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഡിവൈഡ് 6 by 8. നമ്മൾ എന്താ എഴുതണം? ദാറ്റ് ഈസ് 6 divided by 8. എളുപ്പത്തിന് വേണ്ടി 8 divided by 6 എഴുതി ചെയ്ത് കളയരുത്. ഓക്കെ, 6 divide 6 by 8 divided by ഇത് ഡിവൈസർ ആണ്, ഇത് ഡിവിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് 6 into ഇതിന്റെ 8/1 ആണ്. ദാറ്റ് ഈസ് 1/8 ഈക്വൽ ടു 6 into 1 is 6/8. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ ഫ്രാക്ഷൻ സിംപ്ലസ്റ്റ് ഫോമിലാണ്. ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് 3/4 is the answer.
3/4. ഇവിടെ 8 വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം കേട്ടോ. 6 into 1/8 കിട്ടിയാൽ പിന്നെ ഇവിടെ ഇട്ട് ഡിവൈഡ് ബൈ 2, 3 ഡിവൈഡ് ബൈ 2, 4, 3/4, 3 into 1, 3/4. That is the first question. Second question is 1/3/4. ആദ്യം നിങ്ങൾ 1/3 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതുക. ഇസ് ഈക്വൽ ടു 1/3. എപ്പോഴും അത് മൾട്ടിപ്ലിക്കേഷനിലോട്ട് ആക്കിക്കൊള്ളാം. മൾട്ടിപ്ലിക്കേഷനിലോട്ട് ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കൽ. ദിസ് മീൻസ് 4/1 ആണ് 1/4. ഓക്കെ. ഇനി പ്രോഡക്റ്റ് ഓഫ് ന്യൂമറേറ്റർ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ടാലും കുഴപ്പമില്ല. 3 into 4 is equal to 1/12 is the answer. ഇങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചാലും മതി കേട്ടോ. To divide a fraction by another fraction, we multiply the dividend by the reciprocal of the divisor. അല്ലെങ്കിൽ dividend by say we multiply the first fraction by the reciprocal of the second fraction. അല്ലെങ്കിൽ dividend എന്ന divisor. അത് ഇങ്ങനെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. To divide a fraction by another fraction, we multiply the dividend by the reciprocal of the divisor. അപ്പൊ നിങ്ങള് ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസില് ഓർമ്മിക്കാനുള്ളത്, ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസില് എന്ത് ഓർമ്മിക്കണം? റെസിപ്രോക്കൽ വേണം അല്ലേ? മൾട്ടിപ്ലിക്കേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് reciprocal or multiplicative inverse of the divisor. Reciprocal of the divisor. അതൊന്ന് ഓർമ്മിച്ചോളണം. ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ് ആവുമ്പോഴത്തേക്ക്, ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ ചെയ്യണം? നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ റെസിപ്രോക്കൽ ഓഫ് ദ ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5/9 divided by 15. ഓക്കെ. ഈക്വൽ ടു 5/9 ഒരു ചേഞ്ചും വരുത്തരുത്. നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യുമ്പോഴേ ഇത് ഇങ്ങനെ തന്നെ ഒന്ന് കളറിട്ട് തന്നെ ചെയ്താൽ നിങ്ങളുടെ മൈൻഡിൽ അത് നിൽക്കും കേട്ടോ. റെസിപ്രോക്കൽ അപ്പൊ വേണേ ഇവിടെ 1 കൊടുക്കാം. ദാറ്റ് ഈസ് 1/15. ഇനി ഇവിടെ ഇട്ട് മൾട്ടിപ്ലൈ, ഇവിടെ ഇട്ട് ക്യാൻസൽ ചെയ്താൽ ഇവിടെ ഇട്ട് ചെയ്യാം കേട്ടോ. ഡിവൈഡ് ബൈ 5, 1 ഡിവൈഡ് ബൈ 5 ഈസ് 3 ഇസ് ഈക്വൽ ടു. ഇനി ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യരുത് കേട്ടോ. ചില ആളുകൾ അങ്ങനെയും ചെയ്യും. 1 into 1 is 1/9 into 3 is 27. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ 5 into 1 is 5/9 into 15 ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഇട്ട് വേണമെങ്കിലും ചെയ്യാം. ഡിവൈഡ് ബൈ 5, 3 that is 1/27. ഓക്കെ. 48/2 and 2/5. എപ്പോഴും എവിടെ ആയാലും മിസ്റ്റർ ഫ്രാക്ഷൻ കണ്ടാൽ അതിനെ ഇംപ്രോപ്പർ ആക്കിയിട്ട് വേണം ചെയ്യാനുള്ളത്. ഓക്കെ. 48. First you write like this way. Then okay, convert this. That is denominator same ആണ്. 5 into 10 plus 2 is 12/5. 48 ഒരു ചേഞ്ചും വരുത്തരുത്. ദിസ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആക്കണം. ഇനി റെസിപ്രോക്കൽ എടുക്കാൻ മറക്കരുത്. ചില ആളുകൾ റെസിപ്രോക്കൽ എടുക്കത്തില്ല കേട്ടോ. അതാണ് പ്രശ്നം. 5/12. ഓക്കെ. ഈക്വൽ ടു ഇവിടെ 12ഉം 48ഉം കണ്ടാൽ ഒറ്റയടിക്ക് ക്യാൻസൽ ചെയ്യാം കേട്ടോ. 12 4s are 48. Then the answer is equal to 45 is 20 is the answer. 20/1 കൊടുക്കുന്ന കാര്യമില്ല. Okay. See this question 4/5 divided by 2. 4/5 is equal to into. ആദ്യം കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കളക്ട് ചെയ്ത് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങളുടെ മൈൻഡിൽ ആദ്യമൊക്കെ ഡിവൈഡ് ബൈ 1 കൊടുത്തോ. ബൈ 1 that is into 1/2. അപ്പൊ 4/5 ഡിവൈഡ് ബൈ 2 ക്വസ്റ്റ്യൻ തന്നാല് 4/5 into this means 2/1 1/2. അപ്പൊ ഇങ്ങനെ കൊടുക്കാതെ പ്രാക്ടീസ് ചെയ്തോളാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി ഇവിടെ ഇട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യാം. ഡിവൈഡ് ബൈ 2 ഇവിടെ 1 കിട്ടും, ഇവിടെ 2 കിട്ടും. That is 2 into 1 is 2/5 is the answer. 2/5 പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. പിന്നെ അത് കൺവേർട്ട് ചെയ്യരുത്. അതല്ല ഇനി ഈ പ്രോഡക്റ്റ് ഓഫ് ന്യൂമറേറ്റർ ബൈ 5 into 2 10 ഇങ്ങനെ ചെയ്തിട്ട് ചെയ്താൽ കുഴപ്പമില്ല. ഓക്കെ. ഡിവൈഡ് ബൈ 2 2 ഡിവൈഡ് ബൈ 2 5. 2/5 എന്ന് കിട്ടിയത്. സി ദിസ് ക്വസ്റ്റ്യൻ ഇപ്പൊ രണ്ടും മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഇപ്പൊ രണ്ടും കൺവേർട്ട് ചെയ്യണം. 11 ഡിനോമിനേറ്റർ അതേപോലെ കൊടുക്കുക. 11 1 is 11. 11 plus 2 is 13. ഓക്കെ. ദെൻ ഡിവൈഡഡ് ബൈ ഇങ്ങനെ തന്നെ സ്റ്റെപ്പ് കൊടുക്കാം. ഡിനോമിനേറ്റർ 22 തന്നെ കൊടുത്തിട്ട് 44 plus 5 is 49. ഓക്കെ. ഇസ് ഈക്വൽ ടു രണ്ടും കൺവേർട്ട് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആക്കാവും. 13/11 into 22. തല തിരിച്ചിടാൻ മറക്കല്ലേ. 49. ഇങ്ങനെ വരുമ്പോഴേ
See 11 and 22 divide by 11 1 divide by 11 2. ഇനി 13 ഉം 49 കൂടെ നോക്കി. ഇത് 3 3യിൽ എൻഡ് ചെയ്യുന്ന നമ്പർ. അപ്പൊ 9ൽ എൻഡ് ചെയ്യണമെങ്കിൽ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം? 3 into 3. ഓ അതിനൊക്കെ അറിയാല്ലേ. 3 into 3 39 അല്ലേ വരത്തുള്ളൂ. അപ്പൊ പറ്റത്തില്ലടേ മൾട്ടിപ്ലൈ ചെയ്യാൻ. 13 3s are 39 ആണല്ലേ, പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അവിടെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്ത് ചെയ്യണം? ഇനി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതണം. is equal to, I'll write here, is equal to 26 by 13 into 2 is 26 by 49. അതും പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പൊ അങ്ങനെ കൊടുത്തിരുന്നാൽ മതി. നോക്കിയത് 6 plus 2 8 ഇല്ല, 300 ഡിവിസിബിൾ അല്ല. ഓക്കെ ഓക്കെ, is equal to ഫസ്റ്റ് കൺവേർട്ട് ചെയ്യണം. 54 plus 5 is 59 divided by denominator same, since 5 is 6 is 30 plus 1 31 is equal to 59 by 6 into 6 by 31. അപ്പൊ ഇത് എന്തായാലും ആ 6 get cancelled. അത് വെട്ടിപ്പോകും. ഇവിടെ 59 300 ഡിവിസിബിൾ ആണോ നോക്കിയേ. 3 plus 1 4 പറ്റത്തില്ല. അപ്പൊ നമുക്ക് വേറെ ഒന്നും ഡിവിസിബിൾ അല്ല. So the answer is 59 by 31 ആകുമ്പം ഇവിടെ വലിയ നമ്പറാണ് കിടക്കുന്നത്. സോ ഇംപ്രോപ്പർ ഫ്രാക്ഷന് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയാണ് നമ്മൾ ആൻസർ കൊടുക്കുന്നത്. That is 59 divided by 31. I think only one time. Yeah, 31 8 2. Start from the quotient. Is equal to. Okay, so this one start from the quotient. ഇതിന്റെ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ. ഈ ഡിനോമിനേറ്റർ എന്തായാലും ആദ്യമേ അങ്ങ് കൊടുത്തോളണം കേട്ടാ. ഇനി ബാക്കി ഈ 3 നമ്പറുമാണ് നമുക്ക് വരുന്നത് ആൻസർ. ഇനി 1 എന്തായാലും നമ്മൾ 1ൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇതെന്തായാലും ഡിനോമിനേറ്റർ വരണം. പിന്നെ അടുത്ത നമ്പർ 28. 1 and 28 by 31 is the answer. Okay. Okay, children. This much enough. See you in the next video.